നിലവിൽ സ്നേഹത്തോടുകൂടെ കഴിയുന്ന സന്തുഷ്ട കുടുംബ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകൾക്ക് തന്നെ, കുടുംബങ്ങൾക്ക് തന്നെ നല്ല റാഹത്തോടുകൂടെ മരിക്കുന്നത് വരെ ആ സ്നേഹബന്ധം നിലനിൽക്കണം. അതിൽ പൊട്ടലുണ്ടാകാനും പാടില്ല, അതിൽ ചീറ്റലുണ്ടാകാനും പാടില്ല. ഇടയ്ക്കുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ സ്നേഹം വർദ്ധിക്കാൻ കാരണമാകുന്നതാണ്. അത്തരം പരിധികൾ വിട്ട് പരസ്പരം ഭിന്നിപ്പിലേക്ക് എത്തുന്ന, പരസ്പരം ഡിവോഴ്സിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് ആകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് എല്ലാ ദിവസവും 11 പ്രാവശ്യം റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന് 11 പ്രാവശ്യവും, അതുപോലെ തന്നെ യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ് എന്ന് 33 പ്രാവശ്യവും എല്ലാ ദിവസവും ഒരു ദിവസവും ഒഴിവാക്കാതെ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഇത് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്തുഷ്ട ജീവിതത്തിൽ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ കുടുംബത്തിന് മരിക്കുന്നത് വരെ അല്ലാഹു ആ ജീവിതം നിലനിർത്തി കൊടുക്കാൻ അത് കാരണമാകും. മഹാന്മാർ നിർദ്ദേശിച്ചതാണ്. ഇത് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് ഫലം സംഭവിച്ചിട്ടുള്ളതാണ്, ഫലം കിട്ടിയിട്ടുള്ളതാണ്. യാ വദൂദു യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഓ സ്നേഹസമ്പന്നനായ അല്ലാഹുവേ എന്നാണ് അതിനർത്ഥം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ ഭർത്താവിൽ, ഞങ്ങളുടെ മക്കളിൽ നീ സന്തോഷവും ഖൈറും നൽകണം, നീ കൺകുളിർമയാക്കണം എന്ന ദുആആണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ ആയത്താണത്. വലിയ മഹത്വമുള്ള ആയത്താണ്. 4 കാര്യങ്ങൾ പറഞ്ഞു തീർന്നു. ഭാര്യയുടെ സ്നേഹം ലഭിക്കാൻ, ഭർത്താവിന്റെ സ്നേഹം ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിലവിൽ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകുന്നവർക്ക് ആ ജീവിതം മരിക്കുന്നത് വരെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ 4 കാര്യങ്ങൾ പറഞ്ഞു. 5-ാമത്തേത് പരസ്പരം അകന്നു കഴിയുന്നവർ, ഭിന്നിപ്പിലായവർ, സ്നേഹമില്ലാത്തവർ, ഐക്യമില്ലാത്തവർ, ഒരു നിലക്കും ഇനി ജീവിതം ഖൈറാണോ ഷർറാണോ എന്നൊന്നും അറിയാത്ത ആളുകളെ അവരുടെ ജീവിതത്തിൽ ഒരു ഖൈർ ലഭിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാര്യയുടെ സ്നേഹം ഭർത്താവ് കൊതിക്കുന്നുണ്ടോ, ഭർത്താവിന്റെ സ്നേഹം ഭാര്യ കൊതിക്കുന്നുണ്ടോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിൽ സ്നേഹമില്ലാതെയാണ് കഴിയുന്നത്. എന്നാൽ അവർ അവരുടെ ജീവിതത്തിൽ ഈ പറയാൻ പോകുന്ന വിഷയം അവർ കൃത്യമായി പറയുന്നത് പോലെ ചെയ്താൽ വലിയ ഒരു ഖൈർ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ അത് കാരണമാകും. ഒരുപാട് മഹാന്മാർ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച് അതിന് ഫലം കണ്ട് ഒരുപാട് ആളുകൾക്ക് കൃത്യമായി ഫലം ലഭിച്ചിട്ടുള്ള ഒരു മാർഗമാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.